ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്തുമസ് ആണെങ്കിലും എന്നെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ഡ്യൂട്ടി. ഇതിനൊരു ലീവും ഇല്ല, അവധിയുമില്ല. ഓണത്തിനും പെരുന്നാളിനും ക്രിസ്തുമസിനുമൊക്കെ ആ ദിവസങ്ങളിലെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലീവുണ്ട്. ഇത് ആ ദിവസങ്ങളിൽ പോലും ലീവില്ലാത്തൊരു ഡ്യൂട്ടിയാണ്. ലീവും ഇല്ല, ശമ്പളവും ഇല്ല. പതിവ് ഡ്യൂട്ടികൾ തന്നെ. എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചാലോ അതൊട്ടും നടക്കാറുമില്ല. ആഗ്രഹിക്കാം, അതുമാത്രമേ ഉള്ളൂ എന്നെപ്പോലെയുള്ള പെണ്ണുങ്ങളുടെ വിധി. പതിവ് പോലെയൊക്കെ തന്നെ പുറത്തൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും സാധിക്കാറില്ല. അതിങ്ങനെ നമ്മുടെ ഉള്ളിലൊക്കെ ആഗ്രഹമായിട്ട് തന്നെ കടന്നോട്ടെ. അങ്ങനെ എൻ്റെ പതിവ് ഡ്യൂട്ടികളൊക്കെ ആരംഭിച്ചു. വെളുപ്പാങ്കാലം എണീറ്റു, അരിയൊക്കെ അടുപ്പത്തിട്ടു. അതൊക്കെ ഊറ്റി വെച്ചതിന് ശേഷമാണ് അതിലേക്ക് പുളിയരിയൊക്കെ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞതാണ്ട് ഞാൻ ഇന്ന് കറി വയ്ക്കാൻ മീനായിട്ടൊന്നും സ്പെഷ്യലൊന്നും ഇല്ലല്ലോ, ഓണമൊക്കെ അല്ലേ. അങ്ങനെ ഇന്ന് കിഴങ്ങ് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴങ്ങും തക്കാളിയും പച്ചമുളകുമൊക്കെ സവാളയൊക്കെ അരിഞ്ഞെടുത്തു. കൂട്ടത്തിലൊരു കറിവേപ്പിലയൊക്കെ ഇട്ടു. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് പെരുംജീരകവും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ കിഴങ്ങും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തൊന്ന് വാട്ടാൻ വെച്ചു. തേങ്ങയും കൂടെ വറുത്തെടുത്തു കേട്ടോ. ഞാൻ ഇവിടെ പിഴുപുളിയാണേ എവിടെ വയ്ക്കുകയാണ്. അങ്ങനെ പിഴുപുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതും ചേർത്തൊന്ന് തിളപ്പിക്കാൻ വെച്ചു. അന്നേരത്തേക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വന്ന് അതും കൂടെ അങ്ങ് ചേർത്തു. എൻ്റെ അത്ത മരിച്ച് 4 മാസമായതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു വർഷം ഞങ്ങൾക്ക് ആഘോഷങ്ങളൊന്നുമില്ല. ഓണമൊന്നും ആഘോഷിക്കുന്നില്ല. ഓണമെന്ന് മാത്രമല്ല, പെരുന്നാളും ഒന്നും ആഘോഷിച്ചിട്ടില്ല. പിന്നെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഓണമേ ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളൂ അന്നത്തെ കാലത്തൊക്കെ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും ആഘോഷിച്ചിട്ടില്ല. ഓണവും ഒന്നും ആഘോഷിച്ചിട്ടില്ല. അന്നൊക്കെ ആ ഒരു ഓണക്കോടിയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത്. ഓണക്കോടിയും ഓണവും ഓണസദ്യയും എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിക്കുന്നതും ഓണപ്പരിപാടികളും 2-3 ദിവസത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ, അതൊക്കെ എന്നും ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന ഓരോ ഓർമ്മകളാണ്. ഈ 90s കിഡ്സിലൊക്കെ ആ ഒരു കാലഘട്ടം ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട്. അതൊക്കെ മരിക്കുവോളം മറക്കത്തില്ല, മറക്കാനും പറ്റില്ല. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വിശന്നു. ഞാൻ നമ്മുടെ തീയലും പയർ മെഴുക്കുവരട്ടിയും കൂട്ടി ചോറുണ്ടു. അതിനൊക്കെ ശേഷം നമ്മുടെ അപ്പൂനെ ഒന്ന് അയച്ച് മാറ്റി കെട്ടണം. ഇന്നത്തെ ദിവസം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ആളവിടെ ഒരു തോടൊക്കെ കുഴിച്ച് അവിടെ കിടക്കുകയായിരുന്നു. ചാലൊക്കെ ആക്കി ഒരു കോളമാക്കി ഇട്ടിരുന്നു. പിന്നെ അവനെ അയച്ച് അങ്ങോട്ടൊക്കെ ഇച്ചിരി തീറ്റിച്ചുകൊണ്ടൊക്കെ പോയി. കന്നുകാലികളെ നോക്കുമ്പം ഒരുപാട് ടെൻഷനൊക്കെ കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യമാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ എനിക്കധികം ടെൻഷനൊന്നും പോകാറില്ല. എന്നാലും കുറേ നേരമൊക്കെ ഇവരെ വന്ന് നോക്കി ഇവനെ അയച്ചു കെട്ടാനും കുളിപ്പിക്കാനും അവന് തീറ്റ കൊടുക്കാനും ഒക്കെ അങ്ങനെ സമയമൊക്കെ പോകാറുണ്ട് കേട്ടോ. മനുഷ്യരെക്കാളും സ്നേഹം കന്നുകാലികൾക്കാണ്. അവൻ്റെ നീരാട്ടാണ് ഈ കാണുന്നതൊക്കെ. വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കയറാറേ ഇല്ല. അവിടെ കുറേ നേരം നമ്മൾ തമ്പടിച്ച് നിൽക്കണം. ഇവനെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് മാറ്റിക്കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. പക്ഷെ അവൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കയറത്തില്ല. അതുകൊണ്ട് എവിടെയൊക്കെയോ പോയി ഇടിച്ച് കൊമ്പത്തൊക്കെ പോച്ചയും ചള്ളയൊക്കെ അതൊക്കെ കഴുകിക്കളയുക ആൾ സ്വയമായിട്ട്. അവൻ വിചാരിച്ച് ഞാൻ ഇനി കഴുകിയൊക്കെ കളയുമെന്ന്. പക്ഷെ അതൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ കമന്നൊക്കെ കിടന്ന്
കാലും വെച്ചൊക്കെ മാന്തി അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇവൻ ഇടഞ്ഞു കഴിഞ്ഞാൽ കൊമ്പന വടിയെടുക്കുന്നത് ഇഷ്ടമല്ല. ഇയാളുടെ അടുത്ത് സ്നേഹത്തോടെ കാര്യം പറയണം, വാ അപ്പൂ എന്ന് വിളിച്ചാലേ വരൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വടിയെടുത്തു കഴിഞ്ഞാൽ വരത്തേ ഇല്ല, നമ്മളെ വലിച്ചുകൊണ്ട് ഓടിക്കളയും. അങ്ങനെ അവനെ എല്ലാം കുളിപ്പിച്ച് കയറ്റി മാറ്റിയൊക്കെ കെട്ടിയിട്ട് വന്നപ്പോൾ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു രണ്ടെണ്ണം.